ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ. എന്തെല്ലാമാണ് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ നല്ല ഗ്യാപ്പ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? നല്ല ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ വന്നിട്ടാണുള്ളത്. പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നാട്ടിലെത്തിയിട്ട് ഓരോരോ കാര്യങ്ങളിൽ ബിസിയായി, പിന്നെ അങ്ങനെ ആയി കേക്ക് ഓർഡേഴ്സിൻ്റെ ബിസിയായി, പിന്നെ ന്യൂ ഇയറിൻ്റെത് അങ്ങനെ ആയിട്ട് ഫുള്ള് ബിസി ആയിപ്പോയി. അപ്പോൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന ആളാണെന്നുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീഫിൻ്റെ മസാല ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടില്ല ആ ഒരു ബർഗറിൻ്റെ ബന്നും അതുപോലെ ബർഗർ പാത്തീസൊക്കെ ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുൻപേ ഉണ്ടാക്കലായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ വന്ന ഉടനെയുള്ള ആ ഒരു കുക്കിങ്ങിലും ചെയ്യാനൊരു മടി ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ വെച്ചിട്ട് ഒപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മുടെ കിച്ചണിൻ്റെ കുറച്ച് സെറ്റിങ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുണ്ട്. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ഈ ഒരു കിച്ചൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാത്രങ്ങളുടെ വീഡിയോസൊക്കെ അതൊക്കെ ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിപ്പോൾ എന്ത് കാര്യം നിങ്ങളോട് പ്രോമിസ് ചെയ്യാനും ഭയങ്കര ഒരു ചമ്മലെന്ന് തന്നെ പറയാം. ചില വിചാരിക്കുന്ന പോലെ എനിക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു വിഷമമാണ് കേട്ടോ. എന്തായാലും ആഗ്രഹമുണ്ട്, ഒക്കെ ചെയ്യണമെന്നുള്ളത് ചെയ്തിരിക്കും. പറഞ്ഞത് കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനിടയിൽ നാട്ടിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ ഈ ബ്രൗണീസിൻ്റെതൊക്കെ കുറച്ച് ഓർഡേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ്സൊക്കെ വെക്കണം എന്നുണ്ട്. നമ്മൾ പിസ്താച്ചിയോ കുനാഫ ബ്രൗണിയില്ലേ, അതിൻ്റെ ക്ലാസ് എടുക്കുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ NYC ന്യൂയോർക്ക് സ്റ്റൈൽ കുക്കീസിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്കും അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതാ നമ്മളെ അഡാട്ട് നമ്മളെ PS സ്കൂളിൻ്റെ അടുത്തുള്ള ഈ ഒരു പിന്നെ നഴ്സറിയിൽ നിന്നാണ് ഞാൻ അത്യാവശ്യം ചെടികളൊക്കെ വാങ്ങാറുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ബാക്കിലത്തായിട്ടുണ്ട് പയ്യന്നൂർ തായ്നേരി ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് വാങ്ങിയ ആ ഒരു 4 തരം കളറില്ല കോഴിപ്പൂന്ന വിളിക്കുക, അതിന് നിങ്ങൾ വാങ്ങണ്ട കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപാട് തന്നെ അതെല്ലാം മോശമായിട്ടുണ്ടായിരുന്നു. വെറുതെ വാങ്ങിയ പോലെ ആയിന്. ജസ്റ്റ് ആ കാണുന്ന ഷോയിലും അത് നല്ലോണം വളർന്ന് വന്നിട്ടുണ്ടായിട്ടില്ല. പക്ഷെ നോർമൽ ഇതില്ല റെഡ് കളറായിട്ടുള്ളത് അത് കാട് പോലെ വരുന്നുണ്ട്. ഇത് കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലായതുകൊണ്ട് അത് ആയിട്ടൊന്നുമില്ല, എല്ലാം നശിക്കുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ വാങ്ങുന്ന സമയത്ത് മാക്സിമം വളരെ ശ്രദ്ധിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വെറുതെ നമ്മളെ പൈസ വേസ്റ്റ് ആവേ ചെയ്യുമല്ലോ. ഓക്കെ, പിന്നെ ഇതാ അതിൻ്റെ പിറ്റേന്നുള്ള രാവിലെ കുറച്ച് നമ്മളിതിലേക്ക് കൂടി നടന്നു പോകുന്ന സമയത്തില്ലേ, ഈ ഒരു നിങ്ങൾ റോഡ് കണ്ടോ, റോഡിൽ ഫുള്ള് ആ ഒരു പൂവില്ലേ, കണിക്കൊന്ന എന്നല്ല പറയാം, ഫുള്ള് വീണിട്ട് നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ എന്താക്കി മോളെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോകുന്ന സമയമാണ് രാവിലെ. പിന്നെ നോർമലി ഈ സമയത്ത് ഫോൺ എടുക്കാറില്ല, പക്ഷേ ഇത് കണ്ടതുകൊണ്ട് പിന്നെ വീട്ടിൽ പോയി ഫോൺ എടുത്തിട്ടാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഇതിൽ കാണാൻ അത്ര ഭംഗിയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ റോട്ടിൽ ഇങ്ങനെ ഫുള്ളിങ്ങനെ വിതറി കിടക്കുന്നത്. നമ്മളിവിടെയുള്ള മദ്രസ രാവിലെ ഒരു 6:30 മണിക്കാണ് തുടങ്ങുക, 8 മണി വരെ. അപ്പോൾ അങ്ങനെ രാവിലെ നമുക്ക് ഈ ഒറ്റയ്ക്ക് അയക്കാനുള്ള പേടി ഉണ്ടാവില്ല. ഫുള്ള് ഈ പിന്നെ പട്ടിൻ്റെ ശല്യം കൊണ്ട് എവിടെ ഇവരിങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വലിയ കുഴപ്പമില്ല. രാവിലെ പോകുന്ന സമയത്ത് മാക്സിമം കുട്ടികളൊക്കെ നമ്മൾ തന്നെ കൊണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് നല്ല ഭംഗിയുണ്ട്, മീൻസ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോൾ റോഡിൽ ഫുള്ളിങ്ങനെ അടുത്താൾ വരുന്നുണ്ട് കണ്ടാ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇവരെ കൊണ്ടുള്ള ശല്യം തന്നെയെന്ന് പറയാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിലെല്ലാം ഇല്ലേ സാധാരണ ഉണ്ടാകുന്ന പൂച്ചകളില്ലേ, പൂച്ചകൾ വരെ ഇവരെല്ലാവരും കൂടിയിട്ട് വരും. ഒറ്റക്കല്ല വരാം, സംഘങ്ങളായിട്ട് വരും. വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന കണ്ടതിലല്ല ഭയങ്കര അത്ഭുതം തോന്നും. പൂച്ചക്കുട്ടികളൊന്നും ശരിക്കും വളരാൻ വിടലില്ല, ഇങ്ങനെ കൊന്നിട്ട് അവിടെ ഇട്ടിട്ട് പോലെ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് കംപ്ലീറ്റ്. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു 6, 7, 8 എണ്ണെല്ലാം ഒന്നിച്ചിട്ടാണ് വരാം. അതുപോലെ തന്നെ പുറത്തില്ല ചെരുപ്പ് കാര്യങ്ങളെല്ലാം കടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വീട്ടിൻ്റെ മുമ്പിലെല്ലാം കൊണ്ടുപോയിട്ട് ഇടും. അതുകൊണ്ട് ശരിക്കും നല്ല പേടിയാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മൾ താഴെ വിരിക്കുന്ന ഇതെല്ലാം ഇല്ലേ, ചവിട്ടിയെല്ലാം ഇല്ലേ,
അതെല്ലാം കടിച്ച് പറിച്ചെടുത്തുകൊണ്ട് പോവും. ഇല്ലെങ്കിൽ ആരും ഇല്ലാതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം കിടക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് പ്രാവശ്യം കഴുകേണ്ടതിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് പിന്നെ ബീഫ് മസാലയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കാലം മുൻപേ ബീഫ് മസാലൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ആ സമയത്ത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നോമ്പെല്ലാം വരാൻ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് സ്നാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ കൊട്ടില്ലാത്ത ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ബീഫ് 1 kg ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ. നന്ന ചെറുതാക്കണ്ട, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഉള്ളി വേണ്ടത് 10 ഉള്ളി, അതുപോലെ 10 പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യുക. പിന്നെ വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാൻ 3 വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, കാണുന്നില്ലേ. വലിയതാണെങ്കിൽ 2 വെളുത്തുള്ളി മതി കേട്ടോ 1 കിലോ ഇറച്ചിക്ക്. അപ്പോൾ പിന്നെ ഇഞ്ചിൻ്റെ 2-3 വലിയ ഇഞ്ചിയും അതിൻ്റെ പിന്നെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചതക്കണം. അതിന് മുൻപേ നമ്മൾ ഈ ഒരു ബീഫ് വേവിക്കാൻ വെക്കുന്നത് 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ടേ, വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ബീഫ് വെന്ത് കിട്ടും, മനസ്സിലായ. ഒരുപാട് വേവിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ചെടുക്കുമ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക ഉതിർന്ന് കിട്ടൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് അളവിൽ വേണം ആ ഒരു ബീഫ് വേവിച്ചെടുക്കാൻ. നമ്മളെ അളവിൽ നമ്മളൊരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കറക്റ്റാണ്. എന്നിട്ട് പിന്നെ അതുപോലെ ഉള്ളി വളരെ നേർങ്ങനെ മുറിച്ചെടുക്കണം. ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ്, ഞാനല്ല കേട്ടോ മുറിക്കുന്നത്, ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ്. എനിക്കിങ്ങനെ ഇരുന്നിട്ട് മീനെല്ലാം ഇതുപോലെ മുറിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ഉള്ളി മുറിക്കാൻ അത്ര എക്സ്പീരിയൻസ് പോരാ. അപ്പോൾ ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്കിതിപ്പോൾ ഇത് അറിയില്ലെങ്കിൽ സാധാരണ കത്തിയോടെ മുറിച്ചാലും മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തടി കൂടുന്തോറും നമുക്കത് മസാല കടിക്കാൻ രസം ഉണ്ടാവില്ല. ഉള്ളി അതുമായിട്ട് നല്ലോണം മിക്സായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തത് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് കുക്കറിൽ അല്പം വെള്ളം ഉണ്ടെങ്കിൽ അത് ഓപ്പണാക്കി വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ടിപ്പോൾ നമ്മൾ ഉരുളിയിലാണ് ഈ ഒരു മസാല ഉണ്ടാക്കുന്നത്. ഉരുളി വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രാമ്പു അത് വേണമെങ്കിൽ ആഡ് ചെയ്യുക, മനസ്സിലായ, പട്ട. എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാൻ നോക്കുക. ഫ്ലെയിം കുറച്ച് വെക്കരുത്. പിന്നെ ചില ഉള്ളിയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും, അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ബീഫ് നമ്മളെ ചെറുങ്ങനായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ഈ ഒരു ഉള്ളിയില്ലേ അത്ര പോരായിരുന്നു. ഒരു ഇടയ്ക്ക് നമുക്കൊരു കളർ വ്യത്യാസം വന്നിട്ടൊരു ഉള്ളി കിട്ടാറ്, വയലറ്റ് കളർ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പം മസാല കഴിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഭയങ്കര ഒരു വാട്ടറി പോലെ നമുക്ക് തോന്നാറുണ്ട്. അത് ഉള്ളിൻ്റെതും മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നല്ല നോർമൽ നമ്മുടെ നാട്ടിലെ ഉള്ളിയാണെങ്കിൽ നല്ല രസത്തിൽ നമുക്ക് നല്ല ഉതിർന്ന മസാലയായിട്ട് ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ബീഫ് മസാലയില്ലേ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ചിക്കൻ മസാല തന്നെ പല രീതിയിൽ ഉണ്ടാക്കാം. ചിക്കൻ മുളകിലിട്ട് വേവിച്ചിട്ടുണ്ടാക്കാം, ചിക്കൻ കുരുമുളക് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടാക്കാം. ഈ ഒരു മസാല ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ അതുപോലെ തന്നെ നമുക്ക് റോള് പിന്നെ ബ്രെഡിൻ്റെ അകത്തുള്ള സ്നാക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല കുറച്ച് അധികം തന്നെ അതിനൊരു കണക്കായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാൻ. പിന്നെ വരുന്നത് മെയിനായിട്ട് നല്ല കറിവേപ്പില, അതുപോലെ ഒരു പിടി നിറയെ മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇത് ഇന്നത്തെ ഒരു ദിവസം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ഇല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലെല്ലാം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമുക്കിപ്പോൾ കുട്ടികളൊക്കെ ഈവനിങ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ അകത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈസി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ മെയിനായിട്ട് ഇത് വെച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മളെ ഇറച്ചിയടയും റോളും. ഇറച്ചിയടാന്ന് ഞാൻ പറഞ്ഞൊരു ടേസ്റ്റാണ് കേട്ടോ അല്ലേ. ഞാനെപ്പം ഓരോ വീഡിയോസിൽ പറയില്ലേ, ഒരുപാട് കാലം കഴിഞ്ഞാലും നമ്മൾ ആ ഇറച്ചിയട കായടയിലും എപ്പം ആ ഒരേ ടേസ്റ്റ് കീപ്പ് ചെയ്യുന്ന വിഭവങ്ങളാണ്. തിന്നാലും കൊതി തീരാത്ത രീതിയിലുള്ള വിഭവങ്ങൾ അല്ലേ, സ്നാക്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി. ഇത് എന്തിനാണെന്നറിയാം, 1 kg എല്ലാം ആക്കുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ബീഫ് കൊണ്ട് ആക്കണം എന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലും കുറച്ചിട്ട് എന്ത് ചെയ്യണം, ഉള്ളിയും അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നത് കുറച്ച് കുറക്കാം. പിന്നെ വഴറ്റുന്ന സമയത്ത് കുറച്ച് ക്ഷമയോടെ നിന്നിട്ട് നല്ലോണം നല്ല ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വഴറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. മനസ്സിലായില്ലേ? ഇനിയിപ്പോഴത്തെ വീഡിയോ കാണുന്നത് നെക്സ്റ്റ് ഡേയിലുള്ള കുറച്ച് ക്ലിപ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സിനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അതിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ കണ്ടതിലും കുറേ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം കാണുമ്പോഴേക്ക് നല്ല സൗണ്ടും അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയലുണ്ട്, ഇതിന് നല്ല നമ്മുടെ തുളസിൻ്റെ ഇലയും അതുപോലെ തന്നെ തനയിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പിടിച്ച് കിട്ടിയേ വേണ്ട, പിന്നെ അതവർ സെറ്റായിക്കോളും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്കിതായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മേലില വെച്ചിരുന്നല്ലുള്ളത്. ഇപ്പോൾ താഴെ വെച്ചേ പിന്നെ മാഷാ അല്ലാഹ്. പിന്നെ ഇവർ ഇതിനെ പരിപാലിക്കുന്ന പല രീതിയും യൂട്യൂബിൽ നോക്കിയിട്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ നമുക്ക് വലിയ മെനക്കേടൊന്നും ഇല്ല ഇതിനെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പം പൂച്ചനെ നോക്കുന്ന അത്ര ഒരു മെനക്കേടും ഇല്ല. ഇത് പുറത്ത് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ നെറ്റ് പോലെ ഉണ്ട്. അപ്പം വേസ്റ്റൊക്കെ താഴെ ഡയറക്റ്റ് പോവുകയും ചെയ്യും. പിന്നെ വെള്ളം മാറ്റി കൊടുക്കേണ്ടത് തന ഇട്ട് കൊടുക്കേണ്ട ഒരു ചെറിയ ഇതേ ഉള്ളൂ. വരെ കൂടുതൽ നമ്മൾ നോക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ലവ് ബേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് കാണാനും നല്ല ഭംഗിയാണ്. അതിൻ്റെ സൗണ്ട് കേൾക്കാനും അതിലേറെ എന്താണ് നമ്മളെ കാതുകൾക്ക് അതന്നെയാണ്. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് അതന്നെയാണ്, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ഡിസംബർ ജനുവരിയെല്ലാം ആകുമ്പോഴേക്കും നമുക്ക് ചെടികളിലൊക്കെ നല്ല പൂക്കളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റാണ് ചെടീനൊക്കെ ഒന്ന് നോക്കിയെടുക്കാൻ. അതുമല്ല ഈ സമയത്ത് നമ്മൾ ചെടികളെ കുറച്ച് അധികം നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് അവർ തിരിച്ചു തരും. മനസ്സിലായാ? ഞാൻ പറഞ്ഞില്ലേ ബ്രദറിൻ്റെ കല്യാണം ആയതുകൊണ്ട് ചട്ടിയിലും പല ഭാഗത്തെല്ലാം ഉണ്ടായിട്ടുള്ളത്. ചട്ടിക്ക് പെയിൻ്റ് അടിക്കണം എന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ചെടികൾ ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ഞാൻ വളരെ കുഞ്ഞായിട്ട് ചെറിയ കഷ്ണം കൊമ്പ് വെച്ചിട്ട് നട്ട ചെടികളാണ് കേട്ടോ. ആ ഒരു മുളച്ചെടിയിലും നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ അതുപോലെ ഗേറ്റിൻ്റെ പുറത്തില്ല ചെടിയിൽ ചെറിയ കൊമ്പെന്ന് ഞാൻ നട്ട് വളർത്തിയിട്ട് അത് വലിയൊരു മരമായിട്ട് കാണുമ്പം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാനിതാ ഈ പറഞ്ഞ ചെടി കാണുന്നില്ലേ, ഇതാണ് ഞാൻ നിങ്ങളോട് വാങ്ങരുത് എന്ന് പറയുന്ന സംഗതി. ഇതാ അതിൻ്റെ പൂക്കൾ കണ്ടതിന് നമ്മൾ അറിയാണ്ട് വാങ്ങിപ്പോവും, ഒരു കാര്യമില്ല. പെട്ടെന്ന് ഇത് എനിക്ക് കുറച്ച് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച ആ സമയത്ത് ഞാൻ നോക്കായിട്ടായിരിക്കുന്നു. അപ്പോഴേക്കും അതല്ല കേട്ടോ, ഈ ചെടീൻ്റെ പ്രശ്നം തന്നെയാണ്. ചില ചെടികൾ ഈ നഴ്സറിയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയിലും നല്ല പൂ പിടിച്ചിട്ടൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ വാങ്ങുക. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, വെറുതെ നമ്മുടെ പൈസ വേസ്റ്റ് ആവുകയില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ. പിന്നെ പൂക്കളെക്കാളും കുറച്ചും കൂടി നമുക്ക് നല്ല നല്ല ഇലച്ചെടികൾ വാങ്ങുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും, കുറേ കാലം പിന്നെ നീണ്ടു നിൽക്കുകയും ചെയ്യും. കൂടുതൽ നമുക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ഈ കുക്ക് ചെയ്തൊരു മടി വരുമല്ല, സ്വാഭാവികമായിട്ടും. അങ്ങനെ വന്നൊരു മടി പിടിച്ച ദിവസമാണ് ഇന്ന് രാത്രി നമ്മുടെ ഈ ഒരു ലോലിനോ കഫേയിൽ പോയിട്ട് ഉമ്മാവും ഞാനും മക്കളിലും കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഈ കഴിക്കുന്ന സമയത്തും നമ്മൾ എല്ലാവർക്കും കൂടി ഒന്നിച്ചിട്ടാണ് ഓർഡർ ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ എന്താണെന്നറിയാം, ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യില്ല. ഇതാകുമ്പം അടി കൂടിയിട്ട് കഴിക്കാനും ഭയങ്കര രസമാണ്. നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വയറ് നിറയാണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു രസമാണ്. നേരെ മറിച്ച് നമ്മൾ വയറ് നിറച്ച് കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിയൂല. എല്ലാവരും കൂടി പിന്നെ രണ്ടെണ്ണം വാങ്ങിയിട്ട് ഷെയർ ചെയ്തിട്ടെല്ലാം കഴിക്കുമ്പം നല്ലൊരു രസം കൂടിയാണ്. അത് കൂടാണ്ട് നല്ല ടേസ്റ്റും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതുവരെ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകലാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനിയിപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് എന്താണ് നോക്കട്ടെ. പിന്നെ നമ്മൾ കല്ലുമക്കായി അതുപോലെ നെയ്പ്പത്തിൽ ഒക്കെ ആക്കിയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലുമക്കായും അതുപോലെ തന്നെ കായയുടെ ഉണ്ടാക്കുന്നതും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുപോകാൻ കായടൊക്കെ ഉണ്ടാക്കിയെന്ന്. പിന്നെ ഇതാ കായ് ഇതുപോലെ, കായ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പഴത്തിനാണ് നമ്മൾ കായ് എന്ന് പറയുക. ഇതുപോലെ മുറിച്ചിട്ട് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് പിന്നെ ഉടച്ചിട്ട് നമ്മൾ
നമ്മുടെ ബീറ്ററില്ലേ, എഗ് ബീറ്ററിനെ കൊണ്ടാണ് ഞാൻ കായ്യട ഉണ്ടാക്കാറുള്ളത്. ഞാനല്ല കേട്ടോ, ഉമ്മയാണ് ഉണ്ടാക്കാറ്. പക്ഷേ കായ്യട ഞാൻ അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇതാ അതിനെ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പണ്ടം വെച്ചിട്ട് പിന്നെ കായ്യടൊക്കെ ഉണ്ടാക്കുന്നതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു നെയ്പ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാതെ പറഞ്ഞിട്ട് ഒന്നും ഫീഡ്ബാക്കൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, നെയ്പ്പത്തിലായതുകൊണ്ടായിരിക്കില്ല, എന്തെങ്കിലും സ്നാക്സ് എല്ലാം ആണെങ്കിൽ കുട്ടികൾക്കൊപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയാം, ഈ ഒരു നെയ്പ്പത്തിലെ അരിയെല്ലാം ഇതുപോലെ അരച്ചിട്ട് കവറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകാനുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കാറുള്ളത്. ഞാൻ കുറേ വീഡിയോസിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരവിയതൊക്കെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പിന്നെ അരി അരച്ചിട്ട് കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പത്തിൻ്റെ പൊടി കുറച്ച് ഇട്ടിട്ട് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, ഇതുപോലെ പരത്തിയിട്ടാണ് നെയ്പ്പത്തിൽ ചുട്ടെടുക്കാറുണ്ട്. ആദ്യം നമ്മൾ നെയ്പ്പത്തിൽ ചുട്ട തന്നെയാണ് കൊണ്ടുപോവുക. പക്ഷേ അത് അവിടെ എത്തുമ്പോഴേക്ക് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നത് കൊണ്ടും ആ ഒരു നമുക്ക് ചൂടോടെയും കിട്ടൂല, പിന്നെ അത് പൊന്തിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് തിന്നേണ്ടത് മാത്രമാണ് ഈ ഒരു രീതിയിൽ പിന്നെ ചുട്ടിട്ട് കൊണ്ടുപോകാറുള്ളത്. ബാക്കിയൊക്കെ അരി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചുടാറാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ ഉമ്മാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര. മസ്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് നെയ്പ്പത്തിൻ്റെ ഒക്കെ കാണിച്ചു തന്നിട്ടില്ലേ, ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിലാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇതാ അവിടെ കണ്ട കാഴ്ച നോക്കിയേ, ഈ ഒരു കാറിൻ്റെ മേലിൽ പെട്ടിയിലായിട്ട് പണ്ട് അധികം നമ്മളെ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. ഇപ്പം ഏകദേശം ഇങ്ങനെ കൊണ്ടുപോയി കുറഞ്ഞില്ലേ, എല്ലാവരും കാറിൻ്റെ അകത്തേക്ക് മറ്റേ പെട്ടിയെല്ലായിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരല്ലേ. ഇതുപോലെ കാറിൻ്റെ മേലിൽ കാർബണിൻ്റെ പെട്ടിയെല്ലായിട്ട് ഒരു കയറലിട്ട് കെട്ടിയിട്ട് നല്ല രസമല്ലേ, പഴയ ഫിലിമിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അതെല്ലാം. ആദ്യം ചെറുപ്പത്തിൽ നമ്മൾ ഈ ഒരു മസ്കറ്റിലേക്ക് പോയിട്ട് നാട്ടിലേക്കെല്ലാം വരുന്ന സമയത്ത് ഭയങ്കര രസമാണ് നാടെല്ലാം കാണുമ്പം. പിന്നെ ആ ഒരു പച്ചപ്പും മഞ്ഞും മഞ്ഞെന്ന് പറയുന്നത് മഴയും എല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാം കോമണായി എന്ന് പറഞ്ഞാൽ എല്ലാവരും അതൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ അല്ലേ. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. ന്യൂ ആൾക്കാരൊന്നും കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ കുട്ടികളോട് തന്നെ പറയുമല്ല, ഉമ്മ പണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ കേൾക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഫുൾ മൊബൈലിലെല്ലാം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കളിച്ചിനി ഇങ്ങനെ കളിച്ചിനി, പിന്നെ ഒരുപാട് ഫ്രണ്ട്സെല്ലാം വന്നിട്ട് കളിച്ചിനി എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കേൾക്കുന്നല്ലാണ്ട് അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതിൻ്റെ സന്തോഷം അവർക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് നമുക്കാണെങ്കിൽ അതിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് കാര്യം അങ്ങനെ തന്നെ അല്ലേ. കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ വിചാരിക്കും, ഈ സ്കൂൾ ഒന്ന് കഴിഞ്ഞാൽ മതി, ഒരു ദിവസം ലീവ് ഉണ്ടായാൽ മതി. നേരെ മറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താ, നമുക്ക് വീണ്ടും ആ കാലഘട്ടത്തിലേക്ക് വല്ലതും പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. നമ്മളൊരു സ്റ്റേജ് എത്തുമ്പം ശരിക്കും നമുക്ക് നല്ല ആഗ്രഹം വരാറുണ്ട്, ചെറുതായിരുന്നെങ്കിൽ നമുക്ക് വലുതാവണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അങ്ങനത്തെ ഫീലിങ്സ് എല്ലാം ഉണ്ടാ? ഞാൻ ആ ഫീലിങ്സിലെല്ലാം കൂട്ടത്തിൽ പെട്ട ആളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ റീൽസിലെല്ലാം പഴയ കാലഘട്ടത്തിലുള്ള റീൽസെല്ലാം കാണുമ്പോഴില്ലേ ഭയങ്കര മാഷാല്ലാ ഇങ്ങനെ ചിന്തിച്ചു പോലാണ് എന്ത് രസമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള ജീവിതം എന്നൊക്കെ ഉള്ളത്. പിന്നെ കാറ്റും മഴയിലും വരുമ്പോൾ നമ്മൾ മാങ്ങ വറക്കാനും പോകലുണ്ടായിരുന്നു. അതിന് എത്ര മാങ്ങ ഒരാൾക്ക് കൂടുതൽ കിട്ടും എന്നുള്ളത് ഇങ്ങനെ എണ്ണീറ്റ് അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നത്. പിന്നെ കോട്ടി കളിക്കുമ്പം അതുപോലെ തന്നെ കുറേ കോട്ടി ആർക്കാ കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് നമ്മൾ പഴയ കാലത്തിലേക്ക് പോയില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നതില്ലേ, നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള പിന്നെ വനിതകൾ മാത്രം ചെയ്യുന്ന ചായക്കടികൾ വൈകുന്നേരത്തെ. അപ്പം അത്യാവശ്യം ചില ദിവസങ്ങളിലൊക്കെ നമ്മളെന്ത് ചെയ്യും, പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പഴംപൊരി, പിന്നെ അതുപോലെ നല്ല ചൂട് പരിപ്പ് വട, പിന്നെന്താ ഉഴുന്ന് വട, പിന്നെ വേറെന്താ, പിന്നെ നെയ്പ്പത്തിൻ്റെ പോലത്തെ വേറൊരു എന്തോ പേര് പറഞ്ഞ എനിക്കത് ഓർമ്മയില്ല. അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചായ ഇങ്ങനെ അടുപ്പത്ത് ചായയും വെച്ചിട്ട് നമുക്കെന്താക്കാം, അടുപ്പത്ത് ചായ വെച്ചിട്ടല്ലേ ചായക്ക് വെള്ളം വെച്ചിട്ട് നമുക്ക് പോയിട്ട് വാങ്ങിയിട്ട് ഒന്ന് പുറത്തല്ലേ ഒന്ന് കഥയിലും പറഞ്ഞിട്ട് തിന്നാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചാൽ നമുക്ക് മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പഴം പൊരിച്ചാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പം പാത്രം വെക്കണം, എണ്ണ വെക്കണം, പിന്നെ പഴം പൊരിക്കണം, മൈദ മുക്കി പൊരിച്ച് കഴിഞ്ഞ് പിന്നെ ആ പാത്രങ്ങളിൽ കഴുകുമ്പം ഇടയ്ക്കൊരു റിലാക്സേഷന് ഇങ്ങനെയും നമ്മൾ
പിന്നെ നമ്മൾ പിന്നെ ചെടികളെ മണി പ്ലാന്റിൻ്റെ ഒക്കെ മണ്ണൊക്കെ മാറ്റുന്നതൊക്കെ ഞാൻ കുറേ കാലം മുമ്പിൽ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ മാറ്റി സ്ഥലങ്ങളൊക്കെ മാറ്റി വെച്ച് മാഷാ അല്ലാ പിന്നെ കുറച്ച് വളമെല്ലാം ഇട്ട് കൊടുത്തതിനാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലുപൊടിയും അതുപോലെ തന്നെ ഈ ഒരു വളം മിക്സ്ചർ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തതിനാൽ നമ്മളെ മണി പ്ലാന്റൊക്കെ നിങ്ങൾ നോക്കിയേ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് പൈപ്പൊക്കെ വെച്ച് പിന്നെ കയറൊക്കെ ചുറ്റി കൊടുത്തിട്ട് ഇനി ഇതിപ്പോൾ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇനിയത്തെ വീഡിയോയിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറില്ലേ, ആ ഒരു ലൈറ്റ് ഗ്രീന് നല്ല ഉണ്ടത് കാണാം. അതിനൊന്നും അധികം മെയിൻ്റനൻസ് വേണ്ടാത്ത ചെടികളാണ് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം, ഇതുപോലെ വളർത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളിൽ കാണുന്ന ഈ ഒരു ചെടിയുടെ സ്നേക്ക് പ്ലാന്റ്, ഇതാണ് ഞാനിപ്പം അകത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതെല്ലാം ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ല, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, പിന്നെ നമുക്ക് ഓക്സിജന് വേണ്ടിയിട്ടും ഒക്കെ നല്ലോണം നമുക്ക് വളർത്തി കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ ബെഡ്റൂമിലൊക്കെ ആ ഒരു ചെടിയുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ മെയിൻ്റനൻസ് ഇല്ലാത്തൊരു ചെടി കൂടിയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബുധനാഴ്ചയൊക്കെ പോയിട്ട് ഇവിടെ ഓഫർ ഇടാനുണ്ടല്ലോ ഗ്രാൻഡിൽ വെജിറ്റബിൾസിനൊക്കെ. അപ്പോൾ അങ്ങനെ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും പിന്നെ പയറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ഓരോ ആഴ്ചയിലേക്കുള്ള മെനു ഇങ്ങനെ റെഡിയാക്കിയിട്ട് ചില ദിവസങ്ങളിലൊക്കെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേന്നൊക്കെ കുട്ടികൾക്ക് സ്കൂൾ കൊടുക്കേണ്ട രീതിയിലുള്ളത് ചിന്തിച്ചിട്ട് ആ രീതിയിൽ ചെയ്യും. പിന്നെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിയ ദിവസത്തിൽ ഇഷ്ടംപോലെ നമുക്ക് പിന്നെ ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ ഫുള്ള് മൈൻഡിൽ സെറ്റാക്കിയിട്ടായിരിക്കും കടയിൽ പോയിട്ട് സാധനം വാങ്ങാറുള്ളത്. പിന്നെ ഈ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരുപാട് തവണ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു, അപ്പം ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാട് മുറിക്കാൻ വരുന്ന ആൾക്കാർ അറിയാണ്ട് അതിൻ്റെ കൊമ്പ് മുറിച്ചിട്ട് പിന്നെ അത് വളർന്നിട്ടില്ല. അതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫാഷൻ ഫ്രൂട്ട് കഴിക്കാൻ. കുറച്ച് പഞ്ചസാരയിൽ ഇട്ടിട്ട് അതിനിടയ്ക്കില്ലേ ഈ ഒരു പാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് 90 രൂപയ്ക്ക് ഞാൻ ഗ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല പാത്രം, നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനും പറ്റും. ബേക്കേഴ്സൊക്കെ ആണെങ്കിലേ ഇതൊന്ന് മസ്റ്റ് വാങ്ങിക്കോട്ടെ, നല്ല യൂസ്ഫുള്ളാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു. നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ പാത്രത്തിന് കുറേ ആവശ്യം വരും. അപ്പം അതിന് ആ ഒരു സമയത്താണ് ഞാനിത് എക്സ്ട്രാ പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ ഇനി കംപ്ലീറ്റ് ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടയിൽ അങ്ങനെ കഴിഞ്ഞ് മൊത്തത്തിൽ ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ. പഴയതുപോലെ പിന്നെ ആരോഗ്യം നമ്മൾ വലിച്ചെടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആവാത്ത കൊണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ആകുന്നത് പോലെ ചെയ്യാറുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഭവിഷ്യത്ത് നമ്മൾ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വേദനകൾ കാര്യങ്ങളും വന്നാൽ അവരവരെന്നെ സഹിക്കാമെന്ന് പറഞ്ഞതുപോലെ അതൊക്കെ പഠിച്ചത് കൊണ്ട് പണ്ടെല്ലാണെങ്കിൽ ഞാൻ എപ്പം ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഇരിക്കുള്ളൂ. ഇപ്പം എന്ന് വെച്ചാൽ റെസ്റ്റ് കൊടുത്തിട്ടാണ് ഓരോ പണി ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണമല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അതിനിടയിൽ ഈ ഒരു ബണ്ണ് വാങ്ങിയിട്ട് വന്നത് എന്താണെന്ന് അറിയാമല്ലോ, ഞാൻ അധികം ഉണ്ടാക്കുന്നൊരു റെസിപ്പി ഉണ്ട്, നമ്മുടെ പിസ്സ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബണ്ണ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പം ഈ ഒരു ബോക്സ് ഐക്യ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. നാട്ടിലെത്തിയ സമയത്ത് ഇത് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, ശരിയാക്കിയിട്ടില്ല. സൈഡ് ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ശരിയാക്കണം. അപ്പം നമുക്ക് ബന്ന് ബ്രെഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റോറേജ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. അത്യാവശ്യം നമ്മൾ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു വുഡൻ്റെ കളറിലായതുകൊണ്ട് വൈറ്റ് ടോപ്പിനൊക്കെ നല്ല മാച്ച് ഉണ്ടാവും. കസിൻ ബ്രദറിൻ്റെ മാരേജ് ഉണ്ടായിട്ട് അതാണ് ഇടയ്ക്ക് ആ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ടായത്.
പിന്നെ നമ്മുടെ കിച്ചണിലെ മോസ്കിറ്റോ നെറ്റില്ലേ ഫുള്ളായിട്ട് ഗ്രില്ലിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു സംഭവം കഴുകുന്നതാണ് കേട്ടോ. ഇത് നമുക്കില്ലേ കഴുകിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പുറത്തെല്ലാം ഈ പിന്നെ പൊടികൾ പറ്റി പിടിച്ചിട്ട് നമുക്ക് കിച്ചൻ്റെ അകത്തേക്കോ ബെഡ്റൂമിൻ്റെ അകത്തൊന്നും വെളിച്ചം കയറൂല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി, ഇതെങ്ങനെ നല്ലതാണോ ഈ ഒരു വൈറ്റ് ഗ്രില്ല്, അതുപോലെ തന്നെ ഇത് സ്ലൈഡ് ചെയ്യുന്ന ഈ ഒരു വിൻഡോനെ കുറിച്ചിട്ടും. വൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകം പറയാനുള്ളത് നല്ല ബുദ്ധിമുട്ടുണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്കത് തൊട്ട് കാണിച്ചെന്നില്ലേ ആ ഒരു കച്ചറ ആയത്. നിങ്ങൾ ഒരിക്കലും അത് വിചാരിക്കുന്നുണ്ടാവുമോ ആ ഭാഗത്ത് അങ്ങനെ കച്ചറ ആവുന്നില്ലത്, ആ ഒരു വൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഇപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. പിന്നെ ഇത് കിച്ചൻ്റെ ഭാഗം ഫുള്ള് പിന്നെ സർഫെല്ലാം ഫുള്ള് വെള്ളയിച്ച് കഴുകുക. എന്ന് വെച്ചാൽ എന്തായാലും പൊടി വരുമല്ല. നമ്മളിപ്പോൾ എന്ത് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ പൊടി ഇല്ലാണ്ടിരിക്കില്ല. പൊടി വരുന്ന സമയത്ത് ക്ലീൻ ആക്കണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ, കുറേ കാലം എന്നല്ല ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കണ്ട കച്ചറ, ഇത് നമുക്ക് ബ്രഷോട് എടുത്തിട്ട് പിന്നെ ക്ലീൻ ആക്കാൻ അത്യാവശ്യം പണി തന്നെ ഉണ്ട്. നമ്മൾ നോർമൽ ജനലിലെ ആ സുഖമല്ല ഇതിൻ്റെ ഇടയിലില്ലേ ഈ ഒരു കച്ചറ. അതുപോലെ തന്നെ ഈ ഗ്രില്ലിൻ്റെ മേലിലുണ്ടാവും പിന്നെ ഒരു ബ്ലാക്ക് പൂപ്പൽ പോലെ ഇങ്ങനെ പിടിക്കുക. കാണാനെല്ലാം ഭംഗി തന്നെ, പക്ഷെ അതുപോലെ മെയിൻ്റനൻസും ഉണ്ട്. ലൈക്ക് നല്ലോണം നീറ്റാക്കി വെച്ചാൽ ഈ വൈറ്റ് കളറിൽ നമുക്ക് അതുപോലെ നമുക്കത് നീറ്റില്ലെങ്കിൽ ഈവൻ ആ ഗ്ലാസ് പോലും കുറച്ച് കലകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല. അത് കാണുമ്പം നമുക്കെപ്പോഴും ക്ലിയർ ആയിരിക്കണ്ടേ. ആ ഒരു ക്ലിയർ കിട്ടാത്തപ്പോൾ നമുക്ക് പണിയെടുക്കുമ്പോൾ ഒരു സമാധാനക്കേടാണ്. എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് തുടച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പണിയൊന്നും ഇല്ല എന്നുള്ളത്, അതൊന്നല്ല. ഇതിൻ്റെ ഇടയ്ക്കിലേക്കും ചെറിയ ചെറിയ വണ്ണാമ്പില, അതുപോലെ തന്നെ പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇന്നിപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ബോക്സ് നമ്മുടെ പ്രെയർ റൂമിലുള്ളതാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ കച്ചറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തിട്ടിട്ട് ഫുള്ള് കഴുകിയെടുക്കലാണ് കേട്ടോ. ഓരോരോ ബോക്സ് ആക്കിയിട്ട് ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് മറ്റേ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായതാണ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് ഓരോരോ പീസായിട്ട് ഇതുപോലെ താഴെ വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് കഴുകി അതിൻ്റെ കളർ മാറിയത് കണ്ടോ. നമ്മൾ നോർമൽ പൊടി തട്ടുന്നതും അതുപോലെ തന്നെ ഇതുപോലെ സർഫിലിട്ട് ലിക്വിഡെല്ലാം ഒഴിച്ചിട്ട് കഴുകുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ സ്റ്റോർ റൂമിലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പിന്നെ നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ചെയ്തൊരു കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് വരുന്നത്. ഇത് ഏത് ഫ്ലേവറാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾ നോക്കിയാൽ നമ്മൾ റോസറ്റ ആ ഒരു നോസിൽ വെച്ചിട്ട് ഉള്ള ഡെക്കറേഷനും അതുപോലെ കുറച്ച് ഗോൾഡൻ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പർ നമ്മൾ താഴെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 നല്ല കളറ്. പിന്നെ ഈ കേക്കിൻ്റെ കളറ് വരുന്നത് ഒരു ഐവറി കളർ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. പിന്നെ നോർമലി നമ്മൾ പാലെല്ലാം വാങ്ങിക്കുന്നതാണ് ഇതുപോലുള്ളൊരു ജഗ്ഗിലേക്ക് 2 പാൽ ഒഴിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ കവറിൽ നിന്ന് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്നറിയാം, ഇത് കുപ്പിയാണ്. അപ്പോൾ എന്താക്കുക, നമ്മൾ വെച്ചുകൊണ്ട് നിൽക്കുമ്പം ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലുള്ള ഇതിലാണ് 2 പാലും കൂടി കട്ട് ചെയ്തിട്ട് അതിലൊഴിച്ചിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കേക്കിൻ്റെ കുറച്ച് ഒക്കെ പൊടി പിടിക്കല്ലോ, മൊത്തത്തിൽ പൊടി പിടിക്കുന്ന സമയത്ത് എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒന്നിച്ചിട്ടല്ല 1 by 1 ആയിട്ട് ആവുന്ന പോലെ ഓരോരോ ഭാഗത്ത് നമ്മളെ കളറും കാര്യങ്ങളും എക്സ്പയറി ആയതൊക്കെ കളഞ്ഞിട്ട് പുതിയ കളേഴ്സൊക്കെ വാങ്ങാം. ഓക്കെ, അതിനിടയിൽ നമ്മൾ മൈദ പഞ്ചസാര ഒക്കെ റീസ്റ്റോക്ക് ചെയ്യുക. അതുപോലെ തന്നെ പഴയ നമ്മൾ ടോപ്പേഴ്സൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ടോപ്പേഴ്സൊക്കെ വാങ്ങും. ചിലത് നമ്മൾ യൂസ് ചെയ്യാണ്ട് അങ്ങനെ വെക്കും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ എടുത്തുകൊണ്ടിരിക്കും വേണം. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബാക്കോട്ട് വലിയുന്ന ആളാണ്. എന്ന് വെച്ചാൽ ചെറിയ കാലിൻ്റെ വേദന ഉള്ളതുകൊണ്ട് അങ്ങനെ കൂടുതൽ എടുക്കാൻ പറ്റാറില്ല. ആവുന്ന പോലെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കും വേണം. ആ ഒരു ഭംഗി ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും എനിക്ക് നല്ല ഞാൻ കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്ത് കാര്യം. അപ്പോൾ എന്താവും, പിന്നെ ഡിലേ ആവും, മൊത്തത്തിൽ ഡിലേ ആവും. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ആ ഒരു കേക്ക് കൂടാണ്ട് വേറൊരു കേക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഫോണ്ടൻറ്റ് പിന്നെ തൈലോസ് ഉപയോഗിച്ചിട്ട് പരത്തിയതിന് ശേഷം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച്
പിന്നെ നമ്മുടെ സ്പ്രിങ്കിൾസില്ലേ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. കൈയോട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ചെറിയ ഫ്ലവർ വയർ ഉണ്ടാവുമല്ലോ അത് സെൻറ്ററിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കേക്ക് വേറെയും ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ക്രം കോട്ടിന് മുമ്പുള്ളതാണിത്. ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തിട്ടില്ല ആ ഒരു കേക്കിൻ്റെ ഡിസൈനാണ്. നല്ലൊരു ക്യൂട്ട് ഡിസൈനായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ. ഇത് ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ. 3 kg വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട് ഫ്ലേവറുള്ള കേക്കാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ പേഴ്സ്, വലിയ പേഴ്സ്, ചെറിയ പേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ നോസിൽ ഡിസൈനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കൂടാണ്ട് വേറൊരു തീം കേക്കും കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു കേക്കും അതുപോലെ തന്നെ എല്ലാം മിക്സ് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയിലായിട്ട് പുതിയ ഡേ ഇൻ മൈ ലൈഫും പുതിയ നല്ല നല്ല കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല സ്നാക്സ് റെസിപ്പീസും ഡെയിലി റുട്ടീനൊക്കെ ആയിട്ട് വരാനും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾറെഡി ഇതിലുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ കുറച്ചും കൂടി വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുണ്ട് കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യു.